വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഈ വീഡിയോ ഈ മനോഹരമായ സ്കാർഫ് എങ്ങനെ ക്രോഷേ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ സ്കാർഫ് ചെയ്യുന്നതിനായിട്ട് ബൾക്കി യാണും 8mm സൈസ് ക്രോഷേ ഹുക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് സൈസ് യാണാണോ എടുക്കുന്നത് അതിന് അനുയോജ്യമായ സൈസിലുള്ള ഹുക്ക് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഈ സ്കാർഫിൻ്റെ ടോട്ടൽ ലെന്ത് വരുന്നത് 64 ഇഞ്ചസ് ആണ്. ആൻഡ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചസ് ആണ്. നിങ്ങൾക്കിഷ്ടമുള്ള സൈസിലും വിഡ്ത്തിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഈസി ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് കാണിക്കുന്നത്. ഒരു ഫൗണ്ടേഷൻ ചെയിൻ ഓഫ് 20 എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. സോ ഞാനിവിടെ ടോട്ടലി യൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ ചെയിൻ, ഇനീഷ്യലി നമ്മൾ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ചെയിനാണ്. ആ ഫൗണ്ടേഷൻ ചെയിൻ്റെ കൗണ്ട് 120 ആണ്, 120 ആണ്. ഞാനിവിടെ ഇപ്പം കാണിക്കുന്നത് 20 ചെയിൻസിൽ ഉള്ള ഒരു മിനിയേച്ചർ ഫോമാണ്. ഓക്കെ, ഈ സ്കാർഫ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ബൾക്കി യാണും 8mm സൈസ് ക്രോഷേ ഹുക്കുമാണ്. ഇനീഷ്യലി ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ ചെയിനാണ് ചെയ്യുന്നത്. എൻ്റെ ആക്ച്വൽ സ്കാർഫിൽ ഞാൻ ഫൗണ്ടേഷൻ ചെയിനായിട്ട് 120 ആണ് ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് ഓൾമോസ്റ്റ് ലെന്ത് എനിക്ക് കിട്ടിയിരുന്നത് 64 ഇഞ്ചസ് ആയിരുന്നു. സോ ഇവിടെ ഞാൻ അതിൻ്റെ മിനി വേർഷൻ ചെയ്യാനായിട്ട് ചെയിൻ 20 ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ സ്കാർഫിന് ലെന്ത് വേണ്ട അതിനനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യുക. ഇത് ടൈറ്റായിട്ട് ചെയ്യേണ്ട കാര്യമില്ല, ലൂസായിട്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ചെയിൻ 20 ചെയ്തിരിക്കുകയാണ്. എൻ്റെ ആക്ച്വൽ വേർഷനിൽ ഞാൻ ചെയ്തത് 120 ഫൗണ്ടേഷൻ ചെയിൻസ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ടോട്ടൽ ലെന്ത് എൻ്റെ സ്കാർഫിന് കിട്ടിയത് 64 ഇഞ്ചസ് ആണ്. സോ നിങ്ങൾക്ക് വേണ്ട ലെന്തിലുള്ള ഫൗണ്ടേഷൻ ചെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ടേണിങ് ചെയിനായിട്ട് ചെയിൻ 1 ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്കിലേക്കാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഈ ലൂപ്പ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ ബാക്കിലുള്ള ഈ ബമ്പ് പൊങ്ങി നിൽക്കുന്ന പോർഷൻസിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ബെറ്റർ ഫിനിഷിങ്, 2 എഡ്ജിൽ നമുക്കപ്പം സെയിം വി സ്റ്റിച്ച് പാറ്റേൺ കിട്ടുന്നതാണ്, നല്ല ഫിനിഷിങ് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ബാക്ക് ബംപ്സിലേക്ക് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടായിട്ട് തോന്നുകയാണെങ്കിൽ ഇനീഷ്യലി തന്നെ നിങ്ങൾക്കൊരു മാർക്കേഴ്സ് വെച്ചിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷേ അല്ല, ഹാഫ് ഡബിൾ ക്രോഷേ പോലെ ചെയ്ത് വന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. സോ ഫസ്റ്റ് ചെയിൻ ഞാൻ വിടുന്നു, സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്കിലേക്ക്. ഐദർ നിങ്ങൾക്ക് സ്റ്റിച്ചിലേക്ക് ഡയറക്റ്റ് വർക്ക് ചെയ്യാം ഓർ ബാക്കിലേക്ക് വർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ ഫിനിഷിന് നല്ലത്. അതിലേക്ക് ഞാൻ ഹുക്ക് കയറ്റുന്നു ബാക്കിലുള്ള ബം പോർഷനിലേക്ക്. അതിനുശേഷം യാണ് പുൾ ത്രൂ ചെയ്തെടുക്കുന്നു, 2 ലൂപ്പിലൂടെയും പുൾ ത്രൂ ചെയ്തെടുക്കുന്നു. ഓക്കെ, എഗെയിൻ യാൺ ഓവർ, ഗോ ടു ദ നെക്സ്റ്റ്, ആ ബമ്പ് പോലുള്ള പോർഷനിലേക്ക് പോവുക. അങ്ങനെ യാണ് പുൾ ത്രൂ ചെയ്ത് എല്ലാ ലൂപ്സിലൂടെയും പുൾ ത്രൂ ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഹാഫ് ഡബിൾ സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ് നമ്മൾ ഫുള്ള് എല്ലാ ബാക്ക് സൈഡിലുള്ള ബംസിലും ചെയ്യുന്നത്. എനിക്കിവിടെ കിട്ടിയ ടോട്ടൽ കൗണ്ട് 20 ആണ്. നിങ്ങൾ എത്രയാണോ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്തത് അതിനനുസരിച്ചിട്ട് ഉള്ള കൗണ്ടിൽ നിങ്ങൾക്കിവിടെ റൗണ്ട് 2 ചെയ്ത് കിട്ടുന്നതാണ്. സോ ഞാനിവിടെ എൻ്റെ ഇനീഷ്യൽ സ്റ്റിച്ച് മാർക്ക് ചെയ്യുന്നു. ഇതേപോലെ എപ്പോഴും സ്റ്റിച്ച് മാർക്ക് ചെയ്യുക, അപ്പോൾ നമ്മുടെ കൗണ്ട് ഒന്നും തന്നെ മിസ് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ എല്ലാ ബാക്ക് ബംസിലേക്കും വർക്ക് ചെയ്യുന്നു. സപ്പോസ് നിങ്ങൾ ചെയിനിലേക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചെയിനിൽ വർക്ക് ചെയ്ത് പോവുക, അതുകൊണ്ട് പ്രശ്നമൊന്നും തന്നെയില്ല. ഇങ്ങനെ ബാക്ക് സൈഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബെറ്റർ ഫിനിഷ് കിട്ടുന്നതാണ്. അതിനാണ് ബാക്ക് സൈഡിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ 20 ചെയിൻസ് ഡബിൾ സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് യൂഷ്വലി ചെയ്യുന്ന സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന യാൺ ഓവർ ചെയ്തതിന് ശേഷമാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സോ ഈ ബാക്ക് ബംസിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 2 എഡ്ജിൽ എല്ലാ എഡ്ജസിലും നല്ലൊരു ഫിനിഷിങ് കിട്ടിയിരിക്കുന്നത് കാണാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് റോ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ 1 ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ വർക്ക് ടേൺ ചെയ്യുന്നത്. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സെയിം സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് ബാക്ക് ലൂപ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഹാഫ് ഡബിൾ ഓർ ഡബിൾ സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് എല്ലാ ബാക്ക് ലൂപ്സിലേക്കുമായിരിക്കും നമ്മൾ ഇനി തൊട്ടുള്ള എല്ലാ റോസിലും വർക്ക് ചെയ്യുന്നത് ബാക്ക് ലൂപ്സിലേക്കായിരിക്കും. അത് മാത്രമാണ് ഇനിയുള്ള പ്രത്യേകത. ഓക്കെ, ഇങ്ങനെ എല്ലാ ബാക്ക് ലൂപ്സിലേക്കും വർക്ക് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ചെയ്ത ഫസ്റ്റ്
സ്റ്റിച്ച് മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ കൗണ്ട് തെറ്റുകയില്ല. ഓക്കെ, ഇങ്ങനെ എല്ലാ ബാക്ക് ലൂപ്സിലേക്കും വർക്ക് ചെയ്ത് പോവുക. ഓക്കെ, സോ ഇവിടെ ഒരു വി നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്നതായിട്ട് കാണാവുന്നതാണ് ബാക്ക് ലൂപ്സിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബാക്ക് ലൂപ്സിൽ മാത്രമായിട്ട് വർക്ക് ചെയ്ത് പോകുന്നത്. സി ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു പ്രൊജക്ഷൻ വരുന്നത്. എപ്പോഴും നമ്മുടെ വി ഏതാണ്, ഏത് സ്റ്റിച്ചാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാറിപ്പോകരുത്. സ്റ്റിച്ച് ഏതാണെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ എല്ലാ സ്റ്റിച്ചസിൻ്റെയും ബാക്ക് ലൂപ്സിലേക്ക് മാത്രമായിട്ട് വർക്ക് ചെയ്ത് പോവുക. ഓക്കെ, സോ ഞാൻ റൗണ്ടിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തൊരു സ്റ്റിച്ച് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് റൗണ്ടും കൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതാണ്. അതിനായിട്ട് ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്തതിന് ശേഷം സെയിം പ്രോസസ്സാണ്. നമ്മൾ ലാസ്റ്റ് ചെയിൻ ഫ്രം ദ ഹുക്കിലേക്ക് ഡബിൾ സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് യാൺ ഓവർ ചെയ്തതിന് ശേഷം ബാക്ക് ലൂപ്പിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പിലേക്ക് കയറ്റി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. യാൺ ഓവർ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷേസ് അല്ല ചെയ്യുന്നത്, നമ്മളിവിടെ ഡബിൾ സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങളുടെ ഈ ഫസ്റ്റ് ചെയ്ത ചെയിന് മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കൗണ്ട് അപ്പോൾ തെറ്റുന്നതല്ല, കറക്റ്റ് കൗണ്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പ്രോജക്റ്റ്. ഓക്കെ, ഇങ്ങനെ എല്ലാ സ്റ്റിച്ചസിലേക്കും ഡബിൾ സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്ത് എടുക്കുക. ഓക്കെ, സോ ഇതാണ് ഞാൻ ചെയ്യുന്ന ഒറിജിനൽ സ്കാർഫ്. ഈ സ്കാർഫിൻ്റെ ലാസ്റ്റ് റോയിലേക്ക് ഫിനിഷിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി കാണിക്കുന്നത്. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഇതിൻ്റെ ടോട്ടൽ ലെന്ത് വരുന്നത് 64 ഇഞ്ചസ് ആണ്. ആൻഡ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വേണ്ട ലെന്തിലും വിഡ്ത്തിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. സോ എപ്പോഴും സ്റ്റാർട്ടിങ് ചെയിന് മാർക്ക് ചെയ്ത് പോകാനൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് ഒരു സേഫ്റ്റി പിനായാലും യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കൗണ്ട് മിസ്സാവുകയില്ല. കറക്റ്റ് കൗണ്ട് എല്ലാ റോസിലും വരുന്നതാണ്, നല്ല ഫിനിഷിങ്ങും കിട്ടുന്നതാണ്. സോ ഞാനിവിടെ റെസ്റ്റ് ഓഫ് ദ സ്റ്റിച്ചസിലും സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്ത് എടുക്കുകയാണ്. ഹാഫ് ഡബിൾ ഓർ ഡബിൾ സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഫൈനലി ലാസ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് ടെയിലെൻഡ് വിട്ടതിന് ശേഷം, വീവ് ചെയ്യാൻ വേണ്ട ടെയിലെൻഡ് വിട്ടതിന് ശേഷം ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം യാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എനിക്ക് ഈ യാണ് വീവ് ചെയ്ത് ട്രിം ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന യാണും വീവ് ചെയ്ത് ട്രിം ചെയ്തെടുക്കണം. അതോടെ എൻ്റെ ഈ പ്രോജക്റ്റ് ഫിനിഷ് ആവുന്നതാണ്. സോ ഞാനിനി ഈ സ്റ്റിച്ച് മാർക്കർ മാറ്റുകയാണ്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ബൾക്കി യാണ് വീവ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നീഡിലില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഹുക്ക് വെച്ചിട്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വീവ് ചെയ്തതിന് ശേഷം ട്രിം ചെയ്ത് എടുക്കാവുന്നതാണ്. സോ അതിനുവേണ്ടി പ്രത്യേകിച്ച് നീഡിലില്ലെങ്കിലും പ്രശ്നമൊന്നും തന്നെയില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം വീവ് ചെയ്ത് നല്ലവണ്ണം വീവ് ചെയ്ത് ട്രിം ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ശേഷം ടെയിലെൻഡ് കട്ട് ചെയ്ത് എടുക്കാം. ഈ രീതിയിൽ തന്നെ ഹുക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വീവ് ചെയ്ത് അതിന് ശേഷം ടെയിലെൻഡ് ട്രിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ രണ്ടെൻഡും ചെയ്യുക. ഇതാണ് സ്കാർഫിൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. ഇനി നിങ്ങൾക്ക് ഈ എൻഡ്സിൽ ഫ്രിഞ്ചസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ പ്ലെയിനായിട്ട് ലീവ് ചെയ്യുകയാണ്. ഫ്രിഞ്ചസ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ സ്കാർഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെന്തിലും വിഡ്ത്തിലും ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ മനോഹരമായ സ്കാർഫ് എങ്ങനെയാണ് ക്രോഷേ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.